നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാർക്ക് അതൃപ്തിയുണ്ട്. ഈ സർക്കാർ മാറിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. മാറിക്കഴിഞ്ഞാൽ പിന്നീട് ആര് വരും? ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾ അവർ സർക്കാരുണ്ടാക്കും. പക്ഷേ അവർ സർക്കാരുണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും തന്നെ അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല, അതിനുവേണ്ടി അവർ ശബ്ദിക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് CJP എന്ന് പറയുന്ന പിള്ളേരുടെ പാർട്ടി നടത്തിയ സമരവും കാര്യങ്ങളും ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ അത്ര റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നീറ്റ് പരീക്ഷ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ നമ്മൾ നേരിടുന്ന മറ്റ് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ 3 ബില്ലുകൾ കൊണ്ടുവന്നു. അതിൽ ഒന്നാമത്തെ ബില്ല് പാസ്സായി. അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന പാനൽ. ആ പാനലിൽ മുമ്പുണ്ടായിരുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ്. ഇതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് പകരം പ്രധാനമന്ത്രിയും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുമായിരിക്കും പാനലിലെ 2 അംഗങ്ങൾ. മൂന്നാമത്തെ ആൾ പ്രതിപക്ഷ നേതാവ്. എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിൻ്റെ 2 അംഗങ്ങളും പ്രതിപക്ഷത്തിൻ്റെ 1 അംഗവുമായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുക. ഈ പാനലിന് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രസിയുടെ സ്വഭാവമുണ്ടോ? തീർത്തുമില്ല. കാരണം 2 പേര് ഭരണപക്ഷത്ത് നിന്നാണ്, ഒരാൾ മാത്രമാണ് പ്രതിപക്ഷത്ത് നിന്ന്. ഇത് രണ്ടുമല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ ഒഴിവാക്കി ഇങ്ങനെയൊരു ബില്ല് ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് നിയമിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല. ഇതിനെ പ്രതിപക്ഷമൊക്കെ എതിർത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും ശരി, എതിർത്തിട്ടും അത് പാസ്സായി. ഇപ്പോൾ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതി അത് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ ബില്ല് ഇതായിരുന്നു. രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഡീലിമിറ്റേഷൻ ബില്ല്. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിന് ന്യായമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് സീറ്റുകൾ നിശ്ചയിച്ചത്. ഇപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് ഒരു 3 ഇരട്ടിയോളം ജനസംഖ്യ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം കൂടണം. ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കൂടുതൽ ജനപ്രതിനിധികൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സംവരണം നൽകണം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഡീലിമിറ്റേഷൻ ബില്ലുമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വരികയാണ്. ഇതിനെ പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നുണ്ട്. അവരെതിർക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടുമെന്നും അങ്ങനെ സ്ഥിരമായിട്ട് BJPക്ക് തന്നെ സർക്കാർ രൂപീകരിക്കാൻ പറ്റുമെന്നും ഒക്കെയാണ്. ആ പറയുന്നതിനകത്ത് വലിയ ന്യായമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം പണ്ട് കോൺഗ്രസ്സിന് സ്വാധീനമുണ്ടായിരുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ BJPക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് സ്വാധീനം നഷ്ടപ്പെട്ടത്? BJPക്ക് എങ്ങനെയുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു? എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പറ്റുന്നില്ല? ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയൊന്നും ഞാൻ എതിർക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ജനപ്രതിനിധികളുടെ എണ്ണം കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ചിലവ് കൂടും. ഒരു MP എക്സ്ട്രാ ആയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് പണം അതിനുവേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരും. അങ്ങനെ ചിലവാക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും രാജ്യത്തിന് ഇല്ലെങ്കിൽ പോലും ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയുടെ രീതി അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ എണ്ണം കൂടണം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ സീറ്റ് കൂടില്ല, അവിടെ ജനസംഖ്യ കുറവാണ്, BJPക്ക് കൂടുതൽ അണികളുള്ള ഇടങ്ങളിലാണ് സീറ്റുകൾ കൂടുക എന്ന ന്യായം വെച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ അതിനെ എതിർക്കുന്നതിൽ യാതൊരു ന്യായവുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ലാത്തൊരു എതിർപ്പാണത്. കാരണം അവർ നോക്കുന്നത് അവരുടെ വോട്ട് ബാങ്കുള്ളിടത്ത് കൂടുതൽ സീറ്റ് കിട്ടുമോ എന്നത് മാത്രമാണ്. ഇനി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മൂന്നാമത്തെ ബില്ല് നിങ്ങൾക്കറിയാം, 1 ഇന്ത്യ 1 ഇലക്ഷൻ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ഒറ്റയടിക്ക് നടത്തുക. ഇതിനെയും പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നുണ്ട്. ഞാനതിനെ എതിർക്കുന്നില്ല. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒറ്റയടിക്ക് നടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നടന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ചോദിക്കുന്നില്ല. എൻ്റെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ബില്ലുകളും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് തങ്ങളുടെ പരിധിയിലായിരിക്കണം. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാക്കുക, തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ടുവന്ന്
തങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സ്വപ്നമായിരിക്കണം അവരുടെ പിന്നിലുള്ളത്. എന്നാൽ ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ഈ വക കാര്യങ്ങളെ എതിർക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ആദ്യത്തെ ഒരു കാര്യം ഒഴിച്ച്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന പാനലിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമിതി ആയിരിക്കണം. അതൊഴിച്ച് ബാക്കി വന്ന ഈ രണ്ട് കാര്യങ്ങളിലും പ്രതിപക്ഷ കക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അവരാവശ്യപ്പെടേണ്ടത് മറ്റൊന്നാണ്. നമ്മൾ ഏറെക്കാലമായിട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമുക്ക് വേണ്ടത് എന്താണ്? സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. ഇങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ശബ്ദമുയർത്തുന്നത് നമ്മളാരും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴോ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുമ്പോഴോ മാത്രമാണ് അവരിങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി മാറ്റണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. കാരണം നാളെ അവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ജനാധിപത്യത്തിലെ എല്ലാ പ്രക്രിയകളും രാഷ്ട്രീയ പാർട്ടികൾക്ക് ദുരുപയോഗം ചെയ്യത്തക്ക വിധത്തിലായിരിക്കണം എന്നത് എല്ലാ പാർട്ടിക്കാർക്കും നിർബന്ധമുള്ളതുപോലെയാണ് തിരഞ്ഞെടുപ്പ് സമയം വരുമ്പോൾ മാത്രം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന പ്രതിപക്ഷ കക്ഷികളുടെ പ്രകടനം കാണുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ ഒരു സുതാര്യമായിട്ടുള്ള രീതി കൊണ്ടുവന്നാൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരോ ആരെ തന്നെ കമ്മീഷണറാക്കിയാലും എന്ത് ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവന്നാലും 1 ഇന്ത്യ 1 ഇലക്ഷനോ 1 ഇന്ത്യ 2 ഇലക്ഷനോ കൊണ്ടുവന്നാലും തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ ആർക്കും പറ്റില്ല. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത് അതേപടി തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതാനും സംഘടനകൾ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു. അതായത് അവർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ഹർജികളിൽ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ മാത്രം എണ്ണിയാൽ പോരാ. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ രീതികളൊക്കെ അവർ വിശദീകരിച്ച് കോടതിയോട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഒഴിവാക്കാനായിട്ട് വിവിപാറ്റ് സ്ലിപ്പുകൾ, അതായത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന വിവിപാറ്റ് സ്ലിപ്പുകൾ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് അത് ആ വിവിപാറ്റിൻ്റെ അടിയിലുള്ള ഒരു പെട്ടിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയ രീതിയിൽ അവർ സജസ്റ്റ് ചെയ്തത് ഈ സ്ലിപ്പ് പ്രിൻ്റ് ചെയ്ത് പുറത്തേക്ക് വരണം. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലും മറ്റൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ ബില്ല് പ്രിൻ്റ് ചെയ്ത് വരുന്നത് പോലെ ഈ വിവിപാറ്റ് സ്ലിപ്പ് പ്രിൻ്റഡ് ആയിട്ട് പുറത്തേക്ക് വരികയും അത് വോട്ടർ എടുത്ത് നോക്കി കൃത്യമാണ് എന്ന് പരിശോധിച്ച ശേഷം മടക്കി അതിനടുത്തൊരു ബാലറ്റ് പെട്ടി വെക്കുകയും ആ ബാലറ്റ് പെട്ടിയിലേക്ക് ഇടുകയും വേണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലുള്ള വോട്ടുകളും ഈ വിവിപാറ്റ് സ്ലിപ്പുകളും ഒരേപോലെ എണ്ണണം. അത് എണ്ണാനായിട്ട് കാലതാമസം വരും എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ടും അത് ഞങ്ങളുടെ ജോലിഭാരം കൂട്ടുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് അവരുടെ സ്റ്റാൻഡിനെ കോടതിയിൽ ഡിഫെൻഡ് ചെയ്തത്. കോടതി നിർഭാഗ്യവശാൽ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ഫലം പെട്ടെന്ന് അങ്ങോട്ട് അറിയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ കാണുന്നുണ്ട്, ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുശേഷം ഒരു മാസം കഴിഞ്ഞായിരിക്കും മറ്റൊരു സംസ്ഥാനത്ത് നടത്തുന്നത്. ഇങ്ങനെ 2-3 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് 2-3 മാസങ്ങളുടെ ഇടവേളകളിൽ നടത്തുകയും തിരഞ്ഞെടുപ്പ് ഫലം ഇതെല്ലാം കഴിഞ്ഞ ശേഷം പുറത്തു വരികയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫലം പുറത്തു വന്നത്. അത്രയും കാലം നമുക്ക് ഇവിടെ കാത്തിരിക്കാൻ പറ്റിയെങ്കിൽ, പലയിടത്തും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുപ്പിലും ഈ കാത്തിരിപ്പ് നമുക്ക് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കൃത്യമാണെന്ന് അറിയാൻ വേണ്ടി 10, 20, 30 ദിവസം നമുക്ക് കാത്തിരിക്കാൻ ഒരു മടിയുമില്ല. അത്രയൊന്നും വേണ്ടി വരില്ല. വിവിപാറ്റ് മുഴുവൻ എണ്ണി തീർക്കാൻ ആൾക്കാരെ കൊണ്ട് എണ്ണിപ്പിക്കാൻ ഇരുത്തിയാൽ തന്നെ അത്രയും ദിവസം വേണ്ടി വരില്ല. ഒരു 4-5 ദിവസം കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റും. എന്നാൽ ആൾക്കാരെ കൊണ്ട് എണ്ണിപ്പിക്കുന്നത് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാങ്കേതികവിദ്യ ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ യുഗത്തിൽ ഈ വിവിപാറ്റ് സ്ലിപ്പുകൾ മെഷീൻ വഴി എണ്ണത്തക്ക പോലെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള മെഷീനുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വിവിപാറ്റ് സ്ലിപ്പുകളെല്ലാം കൂടെ വാരി ഒരു മെഷീനിലിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിലെ സിമ്പിളുകൾ തിരിച്ചറിഞ്ഞ് ആ മെഷീൻ തരുന്ന റിസൾട്ട് ഫൈനലാക്കി നമുക്കെടുക്കാം. ആ എണ്ണിക്കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വരുന്ന റിസൾട്ടും ഈക്വൽ ആണെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്, ഫലം സുതാര്യമാണ്, സംശയമില്ലാത്തതാണ് നമുക്ക് ഉറപ്പിക്കാം. ഇനി മെഷീനുകളെ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് എണ്ണിപ്പിക്കാം. ഈവൻ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്, പാർട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ വിശ്വാസമില്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും ഓരോ ഗ്രൂപ്പ്, അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് വിവിപാറ്റ് എണ്ണാൻ വേണ്ടി BJPയുടെ ഒരു ഗ്രൂപ്പ്, കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ CPMൻ്റെ ഒരു ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പുകളും ഇരിക്കുന്നു. ഈ 3 പേരും എണ്ണുന്നു വിവിപാറ്റ് സ്ലിപ്പ്. 3 പേര് എണ്ണി ഫലം കൃത്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ
അത് നമുക്ക് ഉറപ്പിക്കാം. ഇത് കൃത്യമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വന്ന വോട്ടും ഈ വോട്ടും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്തെ സംശയിക്കാതെ തന്നെ അത് ഡിക്ലെയർ ചെയ്യാനും പറ്റും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ വീണ്ടും എണ്ണി നോക്കുകയും എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്യാനും അവിടെ സാധ്യമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പുറത്തുവിടുന്ന റിസൾട്ട് നമ്മൾ വിശ്വസിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ വിശ്വാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രീതി മാറ്റിയിട്ട് അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അതായത് ഈ പറഞ്ഞ തരത്തിലേക്ക് മാറ്റാനുള്ള ഒരു ഡിമാൻഡ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാത്തത്? നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ 3 ബില്ലുകളും പാസ്സായാലും അത് നടപ്പിലായാലും ശരി, തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ യാതൊന്നും അതുമൂലം സംഭവിക്കില്ല. ഒരു പാർട്ടിക്കും അതുമൂലം മുതലെടുപ്പ് നടത്താൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ. എന്നാൽ അതിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. എന്നാൽ ഒരിടത്തും അങ്ങനെ വെറും വിശ്വാസം കൊണ്ടല്ല കാര്യങ്ങൾ പോകേണ്ടത്. മറിച്ച് ജനങ്ങൾക്ക് സംശയമില്ലാത്ത തരത്തിൽ എല്ലാ പ്രക്രിയകളും നടക്കണം. ഞാനീ പറയുന്നതിനർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല. പക്ഷേ അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. കേസുകൾ തന്നെ കോടതികളിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാനും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്ന് ഉറപ്പാക്കാനുമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊരു ആവശ്യം പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും കാണാത്ത കാലത്തോളം ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നരേന്ദ്രമോദി അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നില്ല. BJP ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇവർ പറയുന്നത് BJP തിരഞ്ഞെടുപ്പുകൾ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴിയാണ് ഞാനീ പറഞ്ഞത്. താങ്ക് യു.